الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا، وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه، وإن الله لعليم حليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗ പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകം തുറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു ഹിജ്റ വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിജ്റയെക്കുറിച്ചുള്ള സ്മരണകളും ഹിജ്റയുടെ സന്ദേശങ്ങളും
കൈമാറ്റം ചെയ്യപ്പെടുന്ന സവിശേഷമായ ഒരു സന്ദർഭമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിൽ അബൂ വാഖിൽ എന്ന് പറയുന്ന സഹാബി വര്യനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖനായ സഹാബിയായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെക്കുറിച്ചുള്ള സ്മരണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അബൂ വാഖിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഉദ്നാ ഖബ്ബാബ്, ഞങ്ങൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മരണാസന്ന വേളയിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അബൂ വാഖിൽ അടക്കമുള്ള ഏതാനും ആളുകൾ സന്ദർശിക്കുകയുണ്ടായി. ഫഖാല, ആ സന്ദർഭത്തിൽ ഹിജ്റയെ സ്മരിച്ചുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവരോട് ഇങ്ങനെ പറഞ്ഞു: ഹാജർനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുരീദു വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയി. ഫമിന്നാ മൻ മദാ ലം യഖുദ് മിൻ അജ്ലിഹി ശൈഅ, അങ്ങനെ പോയ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ആ ഹിജ്റയുടെ ഒരാനുകൂല്യവും പറ്റാൻ കഴിയാതെ, അതിന്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും സ്വീകരിക്കാൻ കഴിയാതെ, ദുനിയാവിൽ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ കഴിഞ്ഞുപോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മിൻഹും മുസ്അബ് ബിൻ ഉമൈർ, അക്കൂട്ടത്തിലെ പ്രധാനി മുസ്അബ് റളിയല്ലാഹു അൻഹു. ഖുതില യൗമ ഉഹദ്, യഥാർത്ഥത്തിൽ ഹിജ്റയുടെയും അതിനെ തുടർന്ന് മദീന കേന്ദ്രീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയ ഇസ്ലാമിക രാജ്യത്തിന്റെയും ഇസ്ലാമിക രാഷ്ട്രീയ ഭരണവ്യവസ്ഥയുടെയും ആനുകൂല്യങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ്, അതനുഭവിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഉഹദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച് കടന്നുപോയയാളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. فكنا إذا بطينا بها قتل يوم أحد وتركنا امرأة. അങ്ങനെ ഒരു ഉഹദിൽ രക്തസാക്ഷിയായി ഈ ലോകം വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഉടുതുണി മാത്രമാണ് ബാക്കിയാക്കിയത്. فكنا إذا بطينا بها رأسه بدت رجله, ഞങ്ങൾ ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ തലഭാഗം മൂടുമ്പോൾ കാലുകൾ പുറത്താകുമായിരുന്നു. വൈദാ ബത്തൈനാ റിജ്ലൈഹി ബദാ റഅസുഹു, നേരെ തിരിച്ച് താഴോട്ട് വലിച്ച് കാലുകൾ മൂടാൻ ശ്രമിക്കുമ്പോൾ തലഭാഗം പുറത്തു വരുന്ന വിധത്തിലുള്ള ഒരു തുണിയും ബാക്കിയാക്കിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. ഫഅമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഗത്തിയ റഅസഹു ബിഹാ വനജഅല അലാ റിജ്ലിഹി ഷൈഅൻ മിൻ ഇദ്ഖർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം ഞങ്ങൾ ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ തലഭാഗം മൂടുകയും കഫൻ ചെയ്യുന്നതിന്റെ ഭാഗമായി കാൽഭാഗങ്ങൾ പുല്ലുകൊണ്ട് മറക്കുകയുമാണ് ചെയ്തത്. അതേസമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ആ ഹിജ്റയെ തുടർന്നുണ്ടായ ഇസ്ലാമിക രാഷ്ട്രീയ സാമൂഹിക ക്രമത്തിന്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെക്കുറിച്ചുള്ള സ്മരണ. ബറാഅ ബിൻ ആസിം റളിയല്ലാഹു അൻഹു ഹിജ്റയെക്കുറിച്ച് പറയുന്നത് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അവ്വലു മൻ ഖദിമ അലൈനാ മുസ്അബ് ബിൻ ഉമൈർ, ഏറ്റവും ആദ്യമായി ഞങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വബ്നു ഉമ്മി മക്തൂം, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. വകാന യുഖ്രിഅനി الناس القرآن, അവർ രണ്ടുപേരും വന്നതിന് ശേഷം അവരുടെ കാര്യമായ പണി ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കുക എന്നതായിരുന്നു. അതിനുശേഷം ഖദിമ ബിലാൽ വസഅദ് വഅമ്മാർ, അവരെ തുടർന്ന് ബിലാലും അമ്മാറും സഅദും ഒക്കെ മദീനയിലേക്ക് ഹിജ്റ ചെയ്തുകൊണ്ട് കടന്നു വരികയുണ്ടായി.
ثم قدم عمر بن الخطاب في 20 من أصحاب رسول الله صلى الله عليه وسلم. തുടർന്ന് വലിയ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് 20ഓളം വരുന്ന സഹാബികളുടെ നേതാവായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വരികയുണ്ടായി. ثم قدم النبي صلى الله عليه وسلم. പിന്നീടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുചേർത്ത് മദീനയിലേക്ക് ഹിജ്റയായി വന്നു ചേരുന്നത്. فما رأيت أهل المدينة فرحوا بشيء فرحهم برسول الله صلى الله عليه وسلم. റസൂൽ അങ്ങനെ ഹിജ്റ ചെയ്തു വന്നത് അത് കൺകുളിർക്കെ കണ്ട് മദീനക്കാർ സന്തോഷിച്ചതുപോലെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവർ സന്തോഷിച്ചതായി ഞാൻ കണ്ടിട്ടില്ല എന്നുമാണ് ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നത്. ഇബ്നു ഇസ്ഹാഖ് ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് സാക്ഷ്യപ്പെടുത്തുന്നത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മദീനയിലേക്കുള്ള നിയോഗം കേവലം ഒരു ഹിജ്റ എന്നതിനപ്പുറത്ത് ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മഅൻ നഫരി അൽ-12 അല്ലദീന ബായഉഹു ഫിൽ അഖബത്തിൽ ഊല. ഒന്നാം അഖബ ഉടമ്പടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടിയിൽ ഏർപ്പെട്ട മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രക്കാരായ 12 പേരുടെ കൂടെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലല്ലാഹ് ഇബ്അസ് ലനാ റജുലൻ യുഫഖിഹുനാ ഫിദ്ദീൻ വയുഖ്രിഉനാ അൽ-ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ദീനിൽ പാണ്ഡിത്യം നൽകുന്ന, ഞങ്ങളെ ദീൻ പഠിപ്പിക്കുന്ന, ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം, നിയോഗിച്ചു തരണമെന്ന് അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുകയും മദീനയിലേക്ക് പറഞ്ഞയക്കുകയുമാണ് ചെയ്തത്. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എല്ലാം കൊടുത്ത് ഹിജ്റ ചെയ്ത്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഹിജ്റ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ മാത്രമായിരുന്നില്ല. അതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാം ഹിജ്റ അബിസീനിയയിലേക്ക്, ഹബശയിലേക്ക് നടക്കുമ്പോൾ ആ ഹിജ്റ സംഘത്തിലും മുസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ത്യാഗോജ്വലമായ ഹിജ്റ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. കാര്യങ്ങൾ, ഏത് കർമ്മവും അതതിന്റെ നിയ്യത്തനുസരിച്ചാണ് പരിഗണിക്കപ്പെടുന്നത് എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ആ ഹദീസിന്റെ തുടർച്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വ്യക്തമാക്കിയതനുസരിച്ച് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വേണ്ടി ദുനിയാവിന്റെ താല്പര്യങ്ങൾ കൈവടിയുക എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും അടിസ്ഥാനപരമായ താല്പര്യം. അതിനൊരാൾക്ക് ശേഷിയുണ്ടാവുക, അതിനൊരാൾക്ക് ധൈര്യവും കരുത്തും ഉണ്ടാവുക എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഹിജ്റ ബാഹ്യമായി സംഭവിക്കുന്ന, ശരീരം കൊണ്ട് സംഭവിക്കുന്ന ഒരു കൂടുമാറ്റം, ഒരു നാടുവിടൽ എന്നതിനപ്പുറത്ത് അത് ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്, അത് നിയ്യത്തിലൂടെയാണ് സംഭവിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ അല്ലാഹുവിനെ അറിഞ്ഞ്, അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞ്, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വേണ്ടി ദുനിയാവിൽ എന്ത് ത്യാഗത്തിനും സന്നദ്ധമാകുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. മറുഭാഗത്ത് നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ശരിയായ ബോധമില്ലാതെ, അല്ലാഹുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത പടുവിഡ്ഢിത്തത്തിൽ നിങ്ങൾ അകപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ദുനിയാവിന് വേണ്ടി അല്ലാഹുവിനെ കൈവിടുന്ന ദുരവസ്ഥ അത് ഹിജ്റയുടെ കണക്കിൽ വരവ് വെക്കപ്പെടുന്നതല്ല. ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ ദീനിനേക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥക്ക് ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ഹിജ്റയുടെ പുണ്യവും പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് ആ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ അറിയുക, ആ അല്ലാഹുവിന് വേണ്ടി എന്ത് ത്യാഗത്തിനും സന്നദ്ധമാവുക എന്നതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി ഹിജ്റയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ഭൗതികതയാണ് എല്ലാം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, കൺകുളിർപ്പിക്കുന്ന, നമ്മെ മോഹിപ്പിക്കുന്ന ഭൗതികതയാണ്
എല്ലാം എന്ന് തെറ്റിദ്ധരിച്ച് ആ ഭൗതികതയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടി, നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടി, നമ്മുടെ അപ്പപ്പോൾ തോന്നുന്ന ഭദ്രമല്ലാത്ത യുക്തിക്ക് വേണ്ടി അള്ളാഹുവിനെ വിട്ടൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സഹതാപാർഹമായ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായത് എന്നാൽ സഹതാപം അർഹിക്കുന്നതുമായ വിഡ്ഢിത്തം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരീശ്വരവാദത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മുതിർന്നവർ ഒക്കെ എഴുന്നള്ളിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, തന്റേത് മാത്രമായ ബുദ്ധിയെയും ഇച്ഛയെയും യുക്തിയെയും അവലംബിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അതിനപ്പുറത്തുള്ള പരമമായ യാഥാർത്ഥ്യങ്ങൾ, അതറിയാനുള്ള സോഴ്സുകൾ, അതിനറിയാനുള്ള വിവരത്തിന്റെ മാധ്യമങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന വിഡ്ഢിത്തം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ. പക്ഷേ അങ്ങനെയൊക്കെ പല ദൗർഭാഗ്യങ്ങളും ആളുകൾക്ക് സംഭവിക്കുമ്പോഴും അവിടെ നിന്ന് ജനങ്ങളെ ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്ക്, പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക്, വിജ്ഞാനത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള യുക്തിബോധത്തിലേക്കും ബുദ്ധിപ്രയോഗത്തിലേക്കും മനുഷ്യരെ കൈപ്പിടിച്ച് നടത്തുക എന്ന ദൗത്യം ആണ് ഹിജ്റയ്ക്ക് ശേഷവും ഹിജ്റയ്ക്ക് മുമ്പും ഏറ്റവും സുപ്രധാനമായി നിർവഹിക്കപ്പെടേണ്ടത് എന്നതാണ് ഇസ്ലാമിക ചരിത്രവും ഹിജ്റയും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയുന്നത് ഹിജ്റ ചെയ്ത മുസ്അബ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിലക്ക് വളരെ കുറച്ച് മാത്രമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയുന്നത്. അതേസമയത്ത് നമുക്ക് അദ്ദേഹത്തെ അറിയുന്നത് ഉഹദിലെ ധീര രക്തസാക്ഷിത്വത്തിനുടമയായ മുസ്അബ്, ആവേശകരമായ രക്തസാക്ഷിത്വം സാധ്യമാക്കിയ മുസ്അബ് റളിയല്ലാഹു അൻഹു എന്നതാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സവിശേഷമായി നിയോഗിച്ചേൽപ്പിച്ച ഒരു ദൗത്യവും അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു കൃത്യമായി നിർവഹിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റാർക്കും സാധ്യമായിട്ടില്ലാത്ത വിധം വളരെ അസാമാന്യ സ്വഭാവമുള്ള ഒരു ദൗത്യം മുസ്അബ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആദ്യത്തെ മുഹാജിറായി എന്ന് ചോദിച്ചാൽ, അത് മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ, മക്കയിലെ ജീവിത സാഹചര്യങ്ങളിൽ, ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ വഴിമുട്ടിയപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നടത്തിയ ഒരു ഹിജ്റയല്ല മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റേത്. മറിച്ച് ഇസ്ലാം സ്വീകരിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനും അഭയം നൽകാൻ സന്നദ്ധമായി മുന്നോട്ട് വന്ന യഥ്രിബിലെ 12 ആളുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് ഇസ്ലാമിക ജീവിത വ്യവസ്ഥയെ പകർന്നു കൊടുക്കുവാൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ വഴി ഏറ്റുവാങ്ങുന്നതും അത് ജനങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൗത്യം പ്രാഥമികമായി നിർവഹിക്കുന്നത് റസൂൽ എന്നുള്ള നിലക്ക് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേ കാലത്ത് റസൂൽ ആ ദൗത്യം നിർവഹിക്കുന്ന അതേ കാലത്ത് റസൂലിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നാട്ടിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ, ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഖുർആൻ പഠിപ്പിക്കുവാൻ ഒരു നബിയുടെ സ്ഥാനത്ത് നിന്ന് റസൂലിന്റെ പ്രതിനിധിയായി ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചയാളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നിട്ട് തെരുവുകളിലൂടെ നടന്ന് കബീലകൾ, കുടുംബങ്ങൾ, ഗോത്രങ്ങൾ ഇതൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് അന്നാട്ടുകാരനായ അസ്അദ് ഇബ്നു സുറാറ വഴി കാണിക്കുന്നതനുസരിച്ച് ഓരോ ഗോത്രങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടെയുള്ളവരോട് വളരെ മാന്യമായ ആശയ സംവാദങ്ങൾ നടത്തി, ഇസ്ലാമിന്റെ ആശയ പ്രചാരണം നടത്തി അവരെ ഇസ്ലാമിന്റെ വഴിയിലേക്ക്, അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ വഴിയിലേക്ക്, കൈവിട്ടു പോകുമായിരുന്ന ജീവിതങ്ങളെ, അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന ജീവിതങ്ങളെ, അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുമായിരുന്ന അല്ലെങ്കിൽ വഴികേടിലും ജീർണതയിലുമായിരുന്ന ജീവിതങ്ങളെ അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തുക എന്ന വലിയ അസാമാന്യ സ്വഭാവത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചയാളാണ്
മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ആ നിലക്ക് ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസക്തനാക്കുന്നത് ഉഹദിലെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കാൾ റസൂലിന് ഹിജ്റ ചെയ്തു വരാൻ മദീനയെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യമാണ്. മദീനയിൽ അദ്ദേഹം നിർവഹിച്ച സത്യസാക്ഷ്യം അഥവാ ഇസ്ലാമിക പ്രബോധനമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസക്തനാക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിലുള്ള മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വളരെ വൈകാരികമായ, വളരെ ആവേശകരമായ സീനുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മദീനയിലെ ഒരു കൊല്ലക്കാലത്തെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. രണ്ടാം അഖബ ഉടമ്പടി നടക്കുമ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ചാരത്ത് വന്ന് മദീനയുടെ തന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റസൂലിന് ബോധ്യപ്പെടുകയാണ്, ഇതാ ഹിജ്റക്ക് തനിക്കും കൂടുമാറാൻ സമയമായിരിക്കുന്നു. മദീനയുടെ മണ്ണും മദീനയുടെ മണ്ണിലെ ജനങ്ങളുടെ മനസ്സും ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ, ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായി പ്രയോഗിക്കുവാൻ പാകപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലിന് ബോധ്യമാകുന്ന സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ നടത്തുന്നത്. പക്ഷേ ആ മണ്ണൊരുക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുസ്അബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. നടന്ന് തെരുവുകളിലൂടെ നടന്ന് വീടുകൾ കയറിയിറങ്ങി റസൂൽ വരുമ്പോഴേക്ക് മദീനയിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത വീടുകൾ വളരെ അപൂർവമായിരുന്നു. ഈ അവസ്ഥയിലേക്ക് മദീനയെ പാകപ്പെടുത്തിയത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആശയ പ്രചാരണ രംഗത്തുള്ള, ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള മഹത്തായ സംഭാവനകളാണ് എന്ന് കാണാൻ പറ്റും. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു വഴി കാണിക്കുന്നു. അങ്ങനെ ഓരോ പ്രമുഖമായ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് ആ കുടുംബങ്ങളുടെ നേതാക്കന്മാർ, കബീലകളുടെ നേതാക്കന്മാർ അവരുമായി അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ട് സംസാരിക്കുന്നു. അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ പണിയെടുത്തത്. സീറ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്ന വളരെ ആവേശകരമായ പല സംഭവങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ബനു അബ്ദുൽ അഷ്അൽ എന്ന് പറയുന്ന ഗോത്രം മദീനയിലെ വളരെ പ്രമുഖമായ ഒരു കുടുംബമാണ്. സഅദ് ബിൻ മുആദിന്റെ നേതൃത്വത്തിലുള്ള കുടുംബമാണ്. ആ ഗോത്രത്തിലെ രണ്ടാമൻ ഉസൈദ് ബിൻ ഹുദൈർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ആ കുടുംബത്തിലേക്ക്, അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മുസ്അബും ഏതാനും മുസ്ലിങ്ങളും കടന്നു ചെല്ലുകയും അവിടെ വെച്ച് മുസ്അബ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നു. ഇത് കേൾക്കാനിടയായ സഅദ് കോപാകുലനാകുന്നു. നമ്മുടെ നാട്ടിലേക്ക് മക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ, അവരുടെ പരമ്പരാഗതമായ മതത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ ഒരാൾ കടന്നു വന്നിരിക്കുന്നു. അയാൾ ഉണ്ടാക്കുന്ന കുഴപ്പം വളരെ അപകടകരമാണ്. അയാളെ തടയേണ്ടത് ആവശ്യമാണ്. എനിക്കയാളെ തടയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെയുള്ള, അദ്ദേഹത്തിന് വഴികാട്ടിയായ, അദ്ദേഹത്തിന്റെ മതം സ്വീകരിച്ച അസ്അദ് ബിൻ സുറാറ എന്റെ പിതൃവ്യ പുത്രനാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ ശരിയാക്കുമായിരുന്നു എന്ന് സഅദ് ബിൻ മുആദ് പ്രഖ്യാപിച്ചു. എന്നിട്ട് കഴിയുമെങ്കിൽ ഉസൈദ് ബിൻ ഹുദൈറിനോട് താങ്കൾ അവരെ കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട മാത്രയിൽ അരയിൽ നിന്ന് കത്തിയൂരിയിട്ടാണ് ഉസൈദ് ബിൻ ഹുദൈർ മുസ്അബിന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അസ്അദ് റളിയല്ലാഹു അൻഹു മുസ്അബിനോട് പറഞ്ഞു, ആ വരുന്നത് ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, അയാൾക്ക് ഇസ്ലാം ബോധ്യപ്പെട്ടാൽ അത് നമുക്ക് വലിയ നേട്ടമാകും, അത് ഇസ്ലാമിന് വലിയ നേട്ടമാകും. അതുകൊണ്ട് അയാൾ വന്നയുടനെ, അയാളെ കിട്ടിയാലുടനെ താങ്കൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തണം അദ്ദേഹത്തിന് എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഉസൈദ് വരുന്നത് കയ്യിൽ കത്തിയും പിടിച്ചിട്ടാണ്. ആക്രോശിച്ചുകൊണ്ടാണ് ഉസൈദ് കടന്നു വന്നത്. ഭീഷണിപ്പെടുത്തി മുസ്അബിനെ. എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുവാൻ. ഈ പണി സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ പണി നിർത്തിയിട്ട് ഇവിടം വിടുത്ത് പോയിക്കൊള്ളണം എന്ന് താക്കീതിന്റെ സ്വരത്തിൽ ഉസൈദ് മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഹാലളകി നിൽക്കുന്ന, വെട്ടാൻ അല്ലെങ്കിൽ കുത്താൻ കത്തിയുമോങ്ങി നിൽക്കുന്ന ആളോട് വളരെ സൗമ്യനായ, ഒട്ടും പ്രകോപിതനാവാതെ, എന്നാൽ നീങ്ങുക, എന്റെ അരയിൽ മാത്രമല്ല കത്തി, എന്റെ അരയിലുണ്ട് കത്തി എന്ന പ്രകോപനപരമായ പ്രതികരണം നടത്താൻ നിൽക്കാതെ വളരെ സമാധാനത്തിൽ
താങ്കളൊന്ന് ഇരുന്ന് തരുമോ, എന്റെ മുമ്പിൽ ഒരല്പസമയം ഇരുന്ന് തരുമോ, എന്നിട്ട് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുമോ? ഞാൻ പറയുന്നത് സ്വീകാര്യമാണെങ്കിൽ താങ്കൾക്കത് സ്വീകരിക്കാമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വിട്ടു പോയിക്കൊള്ളാം എന്ന് മുസ്അബ് അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ ആരടങ്ങി നിൽക്കുന്നതിനിടയിലും ആ പറഞ്ഞതിലൊരു ന്യായമുണ്ട് എന്ന് ഉസൈദിന് തോന്നി. ഉസൈദ് കയ്യിലുള്ള കത്തി നിലത്ത് കുത്തി നിർത്തിയിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു കൊടുത്തു മുസ്അബിന്റെ മുമ്പിൽ. മുസ്അബ് വളരെ വൃത്തിയിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. അകമ്പടിയായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വളരെ വശ്യമായ സ്വഭാവത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. എല്ലാം കേട്ടു. സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹം വല്ലതും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഒടുവിൽ ഉസൈദ് ചോദിച്ചു, നിങ്ങളുടെ ഈ ദീനിലേക്ക് പ്രവേശിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മറുത്തൊന്നും പറയാനില്ല. എല്ലാം കേട്ട് ബോധ്യപ്പെട്ട ഉസൈദ് എന്ത് ചെയ്യണം ഈ ദീനിലൊന്ന് പ്രവേശിക്കാൻ എന്ന് ചോദിച്ചു. മുസ്തഫ പറഞ്ഞു, പോയി കുളിച്ച് വസ്ത്രങ്ങളൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വുദുവെടുത്ത് വന്ന് ഷഹാദത്ത് ചൊല്ലി 2 റക്അത്ത് നമസ്കരിക്കുക. അതാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ഉസൈദ് പോയി കുളിച്ച് വസ്ത്രം കഴുകി വൃത്തിയാക്കി വുദുവെടുത്ത് വന്ന് ഷഹാദത്ത് ചൊല്ലി നമസ്കരിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം തിരിച്ച് സഅദ് ബിൻ മുആദും തന്റെ കുടുംബക്കാർ അവർ തന്നെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം പോകുന്നത് മുസ്അബിനെ കൈകാര്യം ചെയ്യാനാണ്. അങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ സഅദ് പറഞ്ഞു, ഉസൈദ് പോയ പോക്കല്ല വരുന്നത് എന്നാണ് തോന്നുന്നത്. അതേപോലെ ഉസൈദ് വന്നു സഅദിനോട് കാര്യങ്ങൾ പറഞ്ഞു. സഅദ് ബിൻ മുആദ് ആ കുടുംബത്തിന്റെ നേതാവാണ്. പോകുമ്പോൾ തന്നെ മുസ്അബ് പറഞ്ഞു, അവിടെ സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ നായകനുണ്ട്. അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ആ നാട് മുഴുവൻ ഇസ്ലാം സ്വീകരിക്കും. ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഉസൈദ് പോയത്. പറഞ്ഞതുപോലെ ഉസൈദ് സഅദിനെ ചേർത്ത് പിടിച്ചിട്ട് ബലം പ്രയോഗിച്ച് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. മുസ്അബ് റളിയല്ലാഹു അൻഹു സഅദിനോടും ഒന്നിരുന്ന് തരുമോ, ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. അങ്ങനെ ഇരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഉസൈദിന് സംഭവിച്ചത് തന്നെ സഅദിനും സംഭവിച്ചു. സഅദ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിർദ്ദേശത്തെ തുടർന്ന് കുളിച്ച് വസ്ത്രം കഴുകി വൃത്തിയാക്കി വുദു ചെയ്തു വന്ന് ഷഹാദത്ത് ചൊല്ലി 2 റക്അത്ത് നമസ്കരിച്ച് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന മഹാനായ സഹാബിയെ, പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ സഅദ് ബിൻ മുആദിനെ നമ്മൾ പരതിയാൽ ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും മദീനയിലേക്ക് വന്നതിന് ശേഷമുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ റോളുള്ള മദീനക്കാരുടെ നേതാവാണ് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്നത്. ആ സഅദ് ബിൻ മുആദ് ഇങ്ങനെ മുസ്അബിന്റെ കരങ്ങളാൽ ആണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വാളുകൊണ്ട് വെട്ടാൻ വന്നവനെ പോലും അപ്പോയിന്റ്മെന്റ് ചോദിച്ച് മുന്നിലിരുത്തി ആശയ സംവാദം നടത്തി, ആശയ സംവേദനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വെട്ടാൻ വരുന്നവനോട് തിരിച്ചു വെട്ടാൻ ആയുധമേന്തേണ്ടതില്ല. ഏത് ആയുധമേന്തിയവനെയും കീഴടക്കാൻ കഴിയുന്ന, വശീകരിക്കാൻ കഴിയുന്ന, ആകർഷിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ആശയമാണ് ഇസ്ലാം എന്ന കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വളരെ ആവേശകരമായ ഒരു പ്രവർത്തനത്തിന്റെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ, ഇസ്ലാമിന് വേണ്ടി ആശയ പ്രചാരണത്തിനുള്ള ത്യാഗോജ്വലമായ പരിശ്രമങ്ങളുടെ ഒടുവിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് ഒരു അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മാത്രമാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. ഹിജ്റയെ കുറിച്ചുള്ള സ്മരണയിൽ ഹിജ്റയ്ക്ക് വേണ്ടി, ഹിജ്റ എന്ന് പറയുന്ന ഇസ്ലാമിലെ അതിനിർണായകമായ, ഇസ്ലാമിന്റെ തന്നെ ഗതിയെ പോസിറ്റീവായി നിർണയിച്ച ഒരു മഹാസംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മുസ്അബില്ലാതെ ആ ചരിത്രം പൂർത്തിയാവുകയില്ല എന്നതാണ്. ഹിജ്റയിൽ മുസ്അബിന്റെ റോൾ എന്ന് പറയുന്നത് മദീനയെ ആശയപരമായി പരിവർത്തിപ്പിച്ചു എന്നതാണ്. റസൂലിന് ഒരായുധ പ്രയോഗവും നടത്തേണ്ടി വരാത്ത വിധം മദീനയെ റസൂൽ ഹിജ്റ ചെയ്ത് വരുമ്പോഴേക്ക് മദീനയെ ആശയ മാറ്റത്തിലൂടെ, മനം മാറ്റത്തിലൂടെ മദീനയെ മാറ്റിയെടുത്തു എന്ന മഹത്തായ ദൗത്യമാണ് ചരിത്രത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ളത്. നമ്മുടെ കാലത്തും ഹിജ്റകൾ ആവശ്യമുള്ള, ഇന്റേണലി ഹിജ്റകൾ ആവശ്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ആശയപ്രചാരണത്തിന് വലിയ പ്രാധാന്യമുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾ നിരീശ്വരവാദം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രാഗിയിട്ട് കാര്യമില്ല, അവരെ ശപിച്ചിട്ട് കാര്യമില്ല, ഈ കാലത്തെ ശപിച്ചിട്ട് കാര്യമില്ല. ഏത് വഴിതെറ്റിയവനെയും, വഴിതെറ്റലിന്റെ ഏത് പടുകുഴിയിലകപ്പെട്ടവനെയും, വഴിതെറ്റാനിരിക്കുന്നവനെയും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് ആശയ സംവേദനം നടത്താൻ ശ്രമിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ മാത്രമുള്ള ശേഷി നമുക്കുണ്ട് എന്നല്ല, നമ്മൾ പ്രതിനിധീകരിക്കുന്ന ആശയത്തിനുണ്ട് എന്ന കോൺഫിഡൻസ്, എന്ന ആത്മവിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കേണ്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ദൗത്യം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കുകയും ആ മാർഗത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് വ്യക്തിപരമായും സംഘടിതമായും മുസ്ലിം സമൂഹം ആലോചിക്കുകയും ആ മാർഗത്തിൽ ഏറ്റവും ക്രിയാത്മകമായ സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യേണ്ടുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഓർക്കുക. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള കരുത്തുണ്ടായി തീരുമാറാകട്ടെ. ആ മാർഗത്തിൽ അല്ലാഹുവിന്റെ സഹായവും തൗഫീഖും ഉണ്ടായി തീരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المستضعفين المظلومين في فلسطين. اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.